ഹലോ ലാറ്റ്സ്. സോ ഇന്ന് റോള് ഫസ്റ്റ് ഒഫീഷ്യൽ വീഡിയോ ഞാൻ ഇടുന്നതാണ്. അപ്പോൾ അത് തുടങ്ങുന്നതിന് മുന്നേ എല്ലാവർക്കും എന്താണ് ജിജിത്സു എന്നുള്ളത് മനസ്സിലാക്കാൻ തരാൻ വേണ്ടിയാണ് ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്യുന്നത്. സോ ഒബ്വിയസ്ലി ദ ഫസ്റ്റ് വീഡിയോ വിൽ ബി അബൌട്ട് വാട്ട് ജിജിത്സു ഈസ് ആൻഡ് വാട്ട് ഇറ്റ് ഡിഡ് ഫോർ മീ ആൻഡ് ഹൗ ഫാർ ഐ റീച്ച്ഡ്. അതെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. So the video will be about that mostly, yeah. So keep watching. I would definitely make the video interesting. അപ്പോൾ ഗൈസ്, ആദ്യമേ തന്നെ നമുക്ക് ജിജിത്സുവും ബ്രസീലിയൻ ജിജിത്സുവും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ജിജിത്സു. അതെന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് മാർഷൽ ആർട്ട് ഫോമാണ്. ഈ ബ്രസീലിയൻ ജിജിത്സുവിൻ്റെ ബേസ് അവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ ഈ ജിജിത്സു എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് തന്നെ കൊണ്ടുവന്നത് ഹിസാമോരി ടെനനൂച്ചി എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് ജൂഡോ പ്രാക്ടീഷണറായിരുന്നു. പുള്ളിക്കാരനാണ് ഫസ്റ്റ് ജിജിത്സു സ്കൂൾ ജപ്പാനിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത്. മറ്റൊരു തരത്തിലുള്ള വെപ്പണൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രിഫറബിളി ഞാൻ കണ്ട ഒരു വ്യത്യാസം മെയിൻലി മുറിവുകളോ ഒന്നും പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയാനുള്ള ഇതൊന്നും വരത്തില്ല. അപ്പോൾ ഇതിൻ്റെ വേർഡ് തന്നെ എടുക്കുവാണെങ്കിൽ ജു എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് സോഫ്റ്റ് അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ. ജിത്സു എന്ന് പറയുന്നത് മാർഷൽ ആർട്ട് എന്ന് പറയുമ്പോൾ ഒരുമിച്ച് വായിക്കുമ്പോൾ സോഫ്റ്റ് മാർഷൽ ആർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അത് വളരെയധികം സത്യമാണ്. ബിക്കോസ് ഈവൻ ഈ ഒരു വർഷത്തോളം ഞാനിത് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ആ സമയത്ത് ഇടയ്ക്ക് പോലും എനിക്കൊരു മേജർ ഇഞ്ചുറിയോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. മൂക്കൊക്കെ ഒടിഞ്ഞിട്ടുണ്ട്, പിന്നെ കാല് ചെറിയൊരു പ്രോബ്ലം, അത്രേ ഉള്ളൂ. അല്ലാതെ വലിയൊരു ഇഞ്ചുറി എന്ന് പറയാൻ ഇപ്പോൾ ബോക്സിങ്ങിൻ്റെ സമയത്ത് ഐ ഹാവ് സീൻ എസ്പെഷ്യലി ഇൻസൈഡ് ദ ജിം. ഞങ്ങളുടെ താഴെ ഒരു ബോക്സിംഗ് ക്ലബ്ബുണ്ട്. അവിടെ ഒരു ദിവസം ഞങ്ങൾ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തൻ കൈയുടെ ഈ വിരൽ ഇങ്ങനെ ഒടിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന രീതിയിലാണ് പുള്ളി കയറി വന്നത്. സോ അത്രയും ഒരു ഒബിയസ്ലി അഗ്രസീവ്നെസ് ഉണ്ട്. പക്ഷേ ഒരു മുറിവിലേട്ടോ അല്ലെ ഡെയിലി ഒരു മുറിവ് സംഭവിക്കാവുന്ന ഒരു സ്പോട്ടെന്ന് ഇത് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് സേഫ്, 50% സേഫ് ആണ്. സോ അതുകൊണ്ട് തന്നെ വാട്ട് മേക്സ് ഇറ്റ് ഡിഫറൻസ് ഫ്രം ദി അതർ വേർഷൻ ഈസ് ദാറ്റ് ബ്രസീലിയൻ ജിജിത്സു എന്ന് പറയുന്നത് ഇറ്റ്സ് അൺആംഡ് കോമ്പാറ്റ് സ്പോർട്ടാണ്. ഈ ജിജിത്സു എന്ന് പറയുന്ന ആ ആർട്ട് ഫോമിൻ്റെ ഉത്ഭവം തന്നെ അതിന് കാരണം ജാപ്പനീസ് സമുറായി ആ ഒരു ക്ലാനിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഇതിലുണ്ട്. സോ ജിജിത്സു എന്ന് പറയുന്നത് ജപ്പാനിൽ വളരെയധികം വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആവാൻ കാരണം തന്നെ സമുറായി വാരിയർ ക്ലാസ് എന്ന് പറയുന്ന അവർ നമ്മുടെ നാട്ടിലെ ക്ഷത്രിയർ എന്ന് പറയുന്ന പോലെ തന്നെ ജപ്പാനിലുള്ളവരാണ്. അവരെ കാണാൻ തന്നെ അടിപൊളിയാണ്. അവരുടെ ഡ്രസ്സും അവരുടെ ഒഫീഷ്യൽ ഇത് വരുമെന്ന് പറയുന്നത് നല്ല രസമാണ്. ഹെഡ് ഗിയർ, എൻ്റെ ക്ലബിൻ്റെ ചിഹ്നത്തിൻ്റെ ഒരു ഫേസ് ഉണ്ട്. അത് ഒരു സമുറായിയുടെ ഹെഡ് ഗിയറാണ്. അപ്പോൾ അവർക്ക് മെയിൻലി ആ ഒരു ബോഡി ആർമർ കാണും, പിന്നെ ഒരു ബ്ലേഡ് ഉണ്ട്, കത്താന എന്ന് പറയും. ഇവൻ കയ്യിൽ നിന്ന് ആ കത്താന പോയാൽ അവരുടെ അടുത്ത ടാക്ടിക്സ് അവർ ചൂസ് ചെയ്യാൻ പോകുന്നത് ഡെഫിനറ്റ്ലി ജിജിത്സു ആയിരിക്കും. കയറി ചെന്ന് പൊക്കി മലത്തി അടിച്ചിട്ട് പിന്നെ ഫുൾ ഗ്രൗണ്ട് ഗെയിമാണ്. അത് ഗ്രാപ്ലിംഗ് എന്ന് പറയും. അത് സബ്മിഷൻ, അങ്ങനെ പല രീതിയുണ്ട്. സോ ദി സമറൈസ് ആസ് ഇഫ് ഇറ്റ്സ് എ ലാസ്റ്റ് റിസോർട്ട്. അവർ കയ്യിൽ നിന്ന് ഈ ഒരു കത്താന ബ്ലേഡ് പോയി കഴിഞ്ഞാൽ പിന്നെ അവരെ പിടിച്ചാൽ കിട്ടത്തില്ല. അവർ നേരെ റെസ്ലിങ്ങിലോട്ട് സ്വിച്ച് ചെയ്യും. ദെൻ ഗ്രാജുവലി നമ്മൾ റെസ്ലിങ്ങിൻ്റെ അൾട്ടിമേറ്റ് ഇതെന്ന് പറയുന്നത് ത്രോസ് ആയിരിക്കും. കയറി വന്നിട്ട് മലത്തി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒപ്പോണൻ്റ് ഒബ്വിയസ്ലി ഓൺ ദ ഗ്രൗണ്ട് ആണ്. സോ എവറിത്തിങ് ഈസ് അപ് ടു ജിജിത്സു. അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ആയിരുന്നു ജിജിത്സു എന്നുള്ളത്. ജിജിത്സു എന്ന് പറയുന്ന ആർട്ട് ഫോം ഞങ്ങളുടെ ബ്രസീലിയൻ ജിജിത്സു ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ജിജിത്സുവിൽ നോട്ട് ജസ്റ്റ് ഗ്രൗണ്ട് ഗെയിം. ജിജിത്സു അത് ഒപ്പോണൻറ്റിനെ പിൻ ചെയ്യാനും അതുപോലെ തന്നെ ആംഗിൾ ലോക്സ്, ജോയിൻസിനെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു മോർ ഇൻറ്റൻസീവ് വേർഷൻ ഓഫ് ബ്രസീലിയൻ ജിജിത്സു ആയിരുന്നത്.
അത് ഒന്നും ചുരുക്കി പറഞ്ഞാൽ കൊല്ലുക എന്നുള്ള ഒരു ഒരു അൾട്ടിമേറ്റ് എയിം ആയിരിക്കും ആ ഒരു മാർഷൽ ആർട്സ് ഫോമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അത് ഞാൻ പറയാൻ കാരണം ഈ ഒരു പണ്ടത്തെ ആ ഒരു രീതി ജുജുത്സു എന്ന് പറയുന്നത് ഈ ഒരു ത്രോയെ പിന്നെ ഗ്രൗണ്ടിൽ പിൻ ചെയ്യും, പിന്നെ സബ്മിഷൻ. മോഡേൺ ബ്രസീലിയൻ ജിജിറ്റ്സു അവിടെ വെച്ച് ഇതാണ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒപ്പോണൻ്റ് ടാപ്പ് ഔട്ട് ചെയ്യും. പക്ഷേ റിയൽ അത് ജിജിറ്റ്സു എന്ന് പറയുമ്പോൾ അതൊരു റിയൽ ലൈഫ് സിറ്റുവേഷൻ ആണല്ലോ. അന്ധകാലത്ത് വാള് വെച്ച് വെട്ടുമ്പോഴൊക്കെ ഇതാണ് ലൈഫ് ആൻഡ് ഡെത്ത് സിനാരിയോ ആണ്. അപ്പം അവിടെ വെച്ച് തീരുന്നില്ല. അവർ ഒന്നിയിൽ ഐഗൗജ് അല്ലെങ്കിൽ പിന്നെയും പിന്നല്ലേ റിസ്റ്റ് ലോക്ക് ഉണ്ട്, ഇവിടെ വെച്ച് ഒടിച്ച് കളയും, അല്ലെങ്കിൽ കൈ തിരിച്ച്. അത് കിമോറ ഞങ്ങളുടെ ഇതിലും ഉണ്ട്. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ ഒടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ബൈറ്റിങ്, ഹെയർ പുള്ളിങ്, അങ്ങനെ ഇല്ലീഗലായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. ബിക്കോസ് അവിടെ റെഫറി ഇല്ല, ആരുമില്ല. ഇറ്റ്സ് ജസ്റ്റ് യുവർ ഒപ്പോണൻറ്റ്. അപ്പം കൊല്ലുക എന്നുള്ള ഒരു അൾട്ടിമേറ്റ് എയിം മാത്രമേ ആ ഒരു ഇതിൽ വരുന്നുള്ളൂ. പിന്നൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഈ പറയുന്ന എല്ലാ മാർഷൽ ആർട്സ് ഫോമും അതിൻ്റെ മെയിൻ ഉത്ഭവം ഇന്ത്യയിൽ നിന്നാണ്. ഇന്ത്യയിൽ നിന്ന് പിന്നെ അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ സൂര്യയുടെ 7ാം അറിവിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് ബോധിധർമ്മൻ്റെ ആ ഒരു കാര്യം. അതും ഞാൻ ഇവിടെ ലൈബ്രറിയിൽ ടെക്സ്റ്റ് ബുക്കൊക്കെ റെഫർ ചെയ്തപ്പോൾ അവരും അത് മെൻഷൻ ചെയ്യുന്നുണ്ട് അതേപ്പറ്റി. സോ ഇതാണ് ജിജിറ്റ്സുവും ബ്രസീലിയൻ ജിജിറ്റ്സുവും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് അത് ഇൻഡെപ്ത് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഈ ത്രൂ ദ കോഴ്സ് ഓഫ് ആൻ ഇയർ ഞാൻ അത് എന്താണ് ഇത് എനിക്ക് പേഴ്സണലി എനിക്കുണ്ടായ ഇത് ട്രെയിൻ ചെയ്യുന്നത് കൊണ്ട് എനിക്കുണ്ടായ വ്യത്യാസം, ഈവൻ ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും എന്തൊക്കെയാണ് ചേഞ്ചസ് വന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സോ ഇനി അങ്ങോട്ടേക്ക് ഞാൻ ജിജിറ്റ്സു എന്ന് പറയുമ്പം ഒബ്വിയസ്ലി ബ്രസീലിയൻ ജിജിറ്റ്സു തന്നെയായിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ ബെൽറ്റ് ഞാൻ കാണിച്ചു തരാം. ഇത് വൈറ്റ് ബെൽറ്റ് ആണ്, ഇത് ബ്ലൂ ബെൽറ്റ് ആണ്. സോ ഏതൊരു ജിജിറ്റ്സു ആസ്പിറൻ്റ് ആണെങ്കിലും അല്ലെ ഇപ്പം ജൂഡോ ആണെങ്കിലും they will always, I think even in karate also they will start in white belt. അപ്പോൾ യൂട്യൂബിലൊക്കെ വീഡിയോ ഉണ്ട്, ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ബെൽറ്റ് ടു ഗെറ്റ് ഏതാണെന്ന് ഒരു ബ്ലാക്ക് ബെൽറ്റിനോട് ചോദിക്കുമ്പോൾ പുള്ളി പറയുന്നത്, നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒന്നീ ബ്ലാക്ക് ആയിരിക്കും, അല്ല അതിൻ്റെ തൊട്ട് താഴെയുള്ള ബ്രൗൺ ആയിരിക്കും. പക്ഷെ പുള്ളി പറഞ്ഞത് വൈറ്റ് ബെൽറ്റ് എന്നാണ്. ബിക്കോസ് ഏതൊരു മാർഷൽ ആർട്സും സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഇത് പ്രക്രിയയാണ് ഏറ്റവും ഹാർഡസ്റ്റ്. നമ്മൾ ഏത് സ്പോർട്ടാണെന്നുള്ളത് ഡിസൈഡ് ചെയ്ത് വരുന്നത് ആണ് ഏറ്റവും ഹാർഡസ്റ്റ് ഇത്. എനിക്കും അത് തന്നെയായിരുന്നു തുടക്കത്തിൽ. ബെൽറ്റ് ഇത് സ്ട്രൈപ്സ് എന്ന് പറയും. അത് 4 സ്ട്രൈപ്പ് വരുമ്പോഴാണ് അടുത്ത ബെൽറ്റിലോട്ട് വന്നത്. ഇപ്പം വൈറ്റ് എന്ന് പറയുമ്പം സ്റ്റാർട്ടിങ്, അത് ഫസ്റ്റ് സ്ട്രൈപ്പ് വരുന്നത് നമ്മൾ ബേസിക് മൂവ്സ് വൃത്തിയായിട്ട് ചെയ്യുന്നതും പോസിബിളി സബ്മിഷൻ ചെയ്യുന്നതുമാണ് നമുക്ക് വൈറ്റ് സ്ട്രൈപ്പ് ഫസ്റ്റ് ഇത് വരുന്നത്. പിന്നെ സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്ന് പറയുന്നത് വൈറ്റിൽ തന്നെ പല വേരിയേഷൻസിലോട്ട് കയറുന്നതാണ്. അതായത് ചിലപ്പോൾ ഒരു കോമ്പറ്റീഷൻസ് അതിൽ വിൻ ചെയ്യുന്നതായിരിക്കും, അതായിരിക്കും ഒരു സ്ട്രൈപ്പിന് എലിജിബിലിറ്റി വരുന്നത്. പിന്നെ സബ്മിഷൻസ് പക്കയായിട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഒപ്പോണൻ്റ് നമ്മളെ സബ്മിറ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതാണ് സെക്കൻഡ് സ്ട്രൈപ്പിൽ ഇതിൻ്റെ വരുന്നത്. തേർഡ് ആണെങ്കിലും ഫോർത്ത് ആണെങ്കിലും ഫർദർ ഓൺ ഒരു കോമ്പറ്റീഷൻ പെർസ്പെക്റ്റീവിൽ വിൻ ചെയ്യുന്നതാണെങ്കിലും, വിൻ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ബ്ലൂ സ്ട്രൈപ്സ് കിട്ടുകയും അതുപോലെ തന്നെ ബ്ലൂയിലോട്ട് മൂവ് ഓൺ ചെയ്യാനും പറ്റും. അതല്ല വെച്ചാൽ കോമ്പറ്റീഷന് പോകാത്തവരുമുണ്ട്. ഒബ്വിയസ്ലി അതൊരു പേഴ്സണൽ പ്രിഫറൻസ് ആണ്, പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ദെർ ആർ പീപ്പിൾ ഹു സ്റ്റിക്ക് ഓൺ ടു ജസ്റ്റ് വൈറ്റ് ബെൽറ്റ് ഫോർ ലൈക്ക് 2.5, 3 years, 4 years ഒക്കെ ചെയ്യുന്നവരുണ്ട്. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ ഓഫ് ക്ലാസ്സസ് യു അറ്റൻഡ്, ദാറ്റ് ഓൾസോ ഈസ് ദെയർ. പിന്നെ ക്ലാസ് പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ഡിസിപ്ലിൻ ഉള്ള ഇതാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് മുന്നോട്ട് ട്രാവേഴ്സ് ചെയ്യാൻ പറ്റും. സോ ഇതെൻ്റെ വൈറ്റ് ബെൽറ്റ് ആണ് വിത്ത് 4 stripes. അത് കഴിഞ്ഞ ദിവസമായിരുന്നു എൻ്റെ ഗ്രാജുവേഷൻ. അപ്പം ഞാൻ ബ്ലൂ ബെൽറ്റായി.
ഇതുകൊണ്ട് ഇതിലും ഇനിയും 4 സ്ട്രൈപ്സ് വരും. ഇതാണ് ഇനീഷ്യലി ബെൽറ്റ് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പം ഇനി അടുത്തത് പറയാമെന്ന് വെച്ചാൽ ജിജിറ്റ്സുവിൻ്റെ ബേസിക് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നിന്നാണ് ജിജിറ്റ്സു സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ. അപ്പോൾ ഇപ്പോൾ കണ്ടത് സൈഡ് കൺട്രോളും ആണ്. ആദ്യമേ നിങ്ങളെ മൂവ്സ് കാണിച്ചത് സൈഡ് കൺട്രോളാണ്. സൈഡ് കൺട്രോൾ കഴിഞ്ഞ് മൗണ്ട് വരും. സ്റ്റാർട്ടിങ് നമ്മൾ എപ്പോഴും നിന്നുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ജിജിറ്റ്സു റോഡ് തുടങ്ങുമ്പോൾ സ്റ്റാൻഡിങ് പൊസിഷനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അവിടുന്ന് ഞാൻ ഫസ്റ്റ് ഇത് നോക്കുന്നത് കിയൻ്റെ കൈ ട്രാപ്പ് ചെയ്യാനാണ്. ട്രാപ്പ് ചെയ്താൽ എനിക്ക് ഒന്നീ ടേക്ക് ഡൗൺ ചെയ്യാം, അല്ലെങ്കിൽ അവനെ ബാക്ക് ടേക്ക് എടുക്കാൻ പറ്റും. അപ്പം ഞാനിവിടെ ചെയ്യുന്നത് ഇപ്പം 2 കൈയും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജഡ്ജ് ചെയ്യുവാണ് അവനെന്ത് ചെയ്യുമെന്ന്. നേരെ സ്ട്രെയിറ്റ് ഞാൻ ടേക്ക് ഡൗൺ അറ്റംപ്റ്റ് ആയിരുന്നു അവിടെ ചെയ്തത്, പക്ഷേ അത് ഇതായിപ്പോയി. അത് അവൻ കിയനൻ്റെ ഹെഡ് അവിടെ ട്രാപ്പ് ചെയ്തു. അപ്പോൾ ഞാൻ അവിടെ ഒരു നിമിഷം നിന്നു, എന്താണ് പൊസിഷൻ എന്നുള്ളത് അനലൈസ് ചെയ്തു. അപ്പം ഞാനൊരു പോസിബിലിറ്റി കണ്ടത് ബാക്കാണ്. കാരണം എൻ്റെ കൈ അപ്പുറേ വന്നപ്പോൾ പിന്നെ ഞാൻ ഈ പൊസിഷനിൽ കാലും അപ്പുറം ഇട്ടു. അപ്പോൾ എനിക്ക് ബാക്ക് എടുക്കാനുള്ളൊരു പെർഫെക്റ്റ് ഇത് കിട്ടി. ഞാനത് യൂട്ടിലൈസ് ചെയ്തു. സ്ട്രെയിറ്റ് ബാക്ക് പൊസിഷനിൽ എടുത്തിട്ട് ഞാൻ എൻ്റെ റൈറ്റ് ലെഗ് ഹുക്കിട്ട് വെച്ചു. ഹുക്കിടുക എന്ന് വെച്ചാൽ നിങ്ങൾ കാലെൻ്റെ പോയത് കണ്ടോ, അതാണ് ഒരു ഹുക്കിട്ടിട്ട് ഞാൻ അവനെ സൈഡിലോട്ട് തിരിക്കുവാണ് അവിടെ ചെയ്യുന്നത്. സോ ദാറ്റ് എനിക്ക് ബാക്ക് പെർഫെക്റ്റ് എടുക്കുന്നത്. എന്നിട്ട് സൈഡിലോട്ട് തിരിഞ്ഞു. അപ്പോൾ അവൻ ഇനി നെക്സ്റ്റ് എൻ്റെ ഗോളെന്ന് പറയുന്നത് ഒന്ന് കയ്യ്, അതിപ്പോൾ കാണാൻ പറ്റത്തില്ല, കയ്യ് കയറ്റിയിടുക. എന്നിട്ട് ലെഫ്റ്റ് ലെഗ്, അടുത്ത ലെഗും കൂടെ ഹുക്കിട്ട് വെക്കാനാണ് ഞാൻ നോക്കുന്നത്. സോ ദാറ്റ് അവനെ ഫുള്ളി സ്ട്രെയിറ്റൻ ചെയ്ത് എനിക്ക് ഒരു പെർഫെക്റ്റ് റിയർ നേക്കഡ് ചോക്കിലോട്ട് പോകാനുള്ള ഒരു മൂവ്മെൻറ്റിലാണ് ഞാൻ നോക്കുന്നത്. അപ്പം ഞാൻ അവനെ ഫ്ലാറ്റൻ ചെയ്തിട്ട് കിയൻ്റെ പൊസിഷൻ ശ്രദ്ധിച്ചാൽ അറിയാം, അവൻ അങ്ങോട്ട് ഫേസ് ചെയ്താണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഫ്ലാറ്റൻ ചെയ്ത് ഇപ്പം അതേ നേരെ എൻ്റെ ബോഡിയിലോട്ടായി. സോ ദാറ്റ് അവൻ്റെ ഫുൾ ബോഡി വെയ്റ്റും ഇപ്പം എൻ്റെ ബോഡിയിലോട്ട് കിടക്കുവാണ്. അപ്പം കാല് രണ്ടും ഹുക്കിടുക എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ഇത്. അപ്പം കിയനത് ഡിഫെൻഡ് ചെയ്യാൻ നോക്കുവാണ്. ഞാനപ്പം കാല് ഇനിയിപ്പോൾ എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ ഇനി നെക്സ്റ്റ് ചോക്ക് ഇടാനുള്ള ഇതാണ്. ആണെങ്കിൽ അവന് ഇത് ചെയ്യാൻ പറ്റും, ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. ഈ UFC ഇപ്പം നടന്ന UFCയിലെ ഷൗക്കത്ത് റഹ്മാനോവും പിന്നെ ഇയൻ ഗാരിയും കൂടെ ഉള്ള ഒരു ഫൈറ്റിൽ സെയിം ഇത് തന്നെ ഉണ്ടായിരുന്നു. റിയർ നേക്കഡ് ചോക്ക് എസ്കേപ്പ് ചെയ്യുന്നത് ഷൗക്കത്ത്. അപ്പം ഞാൻ സൈഡിലോട്ട് തിരിഞ്ഞു. ഇപ്പം എനിക്കൊരു അടിപൊളി ഒരു മൂമെൻറ്റ് എൻ്റെ ഇവിടെ ഞാൻ ശരിക്കും പ്രതീക്ഷിച്ചില്ല. അതാണ്ട് ആ കാല് വെച്ച് ഞാൻ കിയൻ്റെ കൈ ട്രാപ്പ് ചെയ്യാനാണ്. അപ്പം ഒരു റിയർ പൊസിഷനിൽ ഒരു കൈ ഫുള്ളി ട്രാപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് എൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജാണ്. ഞാനിപ്പം കിയൻ്റെ ഫേസ് നിങ്ങൾ കണ്ടാൽ ശ്രദ്ധിച്ചാൽ അറിയാം, ഫുൾ വയലറ്റാണ്. അപ്പം ഞാനപ്പോൾ പെട്ടെന്ന് എൻ്റെ തലയിൽ സ്ട്രൈക്ക് ചെയ്തു. കൈയും എല്ലാം ഇതാണ്, അപ്പോൾ അവന് ടാപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ കുറച്ചൊന്ന് ലൂസാക്കിയേക്കാമെന്ന് വെച്ച് ഞാൻ ചെറുതായിട്ട് എൻ്റെ ചോക്കൊന്ന് ലൂസാക്കി. അതപ്പോൾ കിയന് അവനത് യൂട്ടിലൈസ് ചെയ്തിരിക്കുകയാണ്. അവൻ അത് തിരിഞ്ഞ് ഇപ്പം എൻ്റെ കാല് മാറ്റി തിരിയും. അവനെ ഫുള്ളി എൻ്റെ റിയർ നേക്കഡ് ചോക്ക് ഡിഫെൻഡ് ചെയ്യാൻ നോക്കുവാണ്. ഇപ്പം തിരിഞ്ഞു, പ്രോപ്പറായിട്ട് തിരിഞ്ഞു. എൻ്റെ ഫുൾ ഇതും പോയി. ബാഗ് എടുക്കാൻ വേണ്ടി ഞാൻ നോക്കുവാണ്, പക്ഷേ അത് കിയൻ ഫുള്ളി ഡിഫെൻഡ് ചെയ്യും എന്നെ മറിച്ചിട്ട്. അപ്പം സൈഡ് കൺട്രോള്, ബാക്ക് കൺട്രോള്, മൗണ്ട്, ഇതാണ് ബേസിക് ആയിട്ടുള്ള ജിജിറ്റ്സു മൂവ്സ് എന്ന് പറയുന്നത്. നല്ല രസമുണ്ടല്ലേ? ഇതെല്ലാം ജസ്റ്റ് ഭാഗമായിട്ടാണ് ഞാൻ കാണിക്കുന്നത്. കാരണം എന്താണ് നിങ്ങളിത് കാണുന്നത് എന്നുള്ളത് നല്ല ഐഡിയ വേണമല്ലോ. അല്ലാതെ ചുമ്മാ ഒരു റോള് കണ്ടിട്ട് നമുക്ക് മനസ്സിലാകത്തില്ല. എസ്പെഷ്യലി ഇറ്റ്സ് എ
ജാപ്പനീസ് മാർഷൽ ആർട്സ് ഫോം. അധികം ആരും അങ്ങനെ ശ്രദ്ധിക്കാത്തൊരു മാർഷൽ ആർട്സാണ്. പിന്നെ ഞാൻ അയർലൻഡിലോട്ട് ഷിഫ്റ്റ് ചെയ്തായിരുന്നു ഫോർ മൈ മാസ്റ്റേഴ്സ്. ഞാനിവിടെ യൂണിവേഴ്സിറ്റി ഓഫ് ലിമറിക്കിൽ മാസ്റ്റേഴ്സ് ചെയ്തു. ഞാൻ ആഫ്റ്റർ ദാറ്റ് ഇയർ ലേറ്റർ ജോലിയായി ഇവിടെ. ആ ഒരു സമയത്താണ് ഞാൻ ജെറിൻ ബ്രോയിനെ മീറ്റ് ചെയ്യുന്നത്. ജെറിൻ ആണ് എനിക്ക് ജിജുത്സു ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നെ. ആ സമയത്ത് ജെറിൻ ബ്രോയ് ആൻഡ് ഓൾസോ സുദിൻ ബ്രോയും ആ ഒരു സമയത്ത് ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് അവർ എന്നെ ജെറിനാണ് എന്നെ കൊണ്ടുപോയത്. അപ്പം ജെറിൻ ഐ തിങ്ക് ഇറ്റ് വാസ് ഓൺ സാറ്റർഡേ ബിക്കോസ് ഓപ്പൺ മാച്ച് ആയിരുന്നു. I went and I watched the session there. അപ്പം എനിക്കത് ഇഷ്ടപ്പെട്ടു. ഞാനപ്പോൾ അവിടെ തന്നെ അങ്ങ് ചേരുമായിരുന്നു. കാരണം ഐ വോണ്ടഡ് ടു ബി ആക്റ്റീവ്. അപ്പോൾ ആക്റ്റീവ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ജിമ്മിൽ പോയി വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന ആ ഒരു സിനാരിയോ ഞാൻ പണ്ടും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇറ്റ്സ് നോട്ട് ആക്റ്റീവ്. അതെന്ന് പറയുന്നത് ഒരു ഫൺ ആക്ടിവിറ്റി ആയിട്ട് വരുന്ന ഇത് വരുന്നില്ല. കാരണം നമ്മൾ ദിവസം പോകുന്നു, വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നു. ഫോർ സം ഇറ്റ് വിൽ ബി വെരി 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 എഫക്റ്റീവ് ആൻഡ് മോട്ടിവേഷണൽ. പക്ഷെ എനിക്കെന്തോ ആ ഒരു ഇരുന്നുള്ള പരിപാടി ചെയ്തായിരിക്കാം. മേ ബി ഒരു വെറൈറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിന് പോയി ചേർന്നതാണ്. ജസ്റ്റ് ഒരു ഫിറ്റ്നസ് ഇത് തുടങ്ങി, പിന്നെ അത് കളി കാര്യമായി. ഇപ്പോൾ ബെൽറ്റും കൂടെ ആയപ്പോഴത്തേക്കും ഞാൻ മുന്നോട്ട് തന്നെ പ്രോഗ്രസ് ചെയ്യാൻ തന്നെയാണ്. അത് പ്രൊഫഷണൽ ലെവലൊന്നുമല്ല, ജസ്റ്റ് ഈ ഒരു സ്പോർട്ട് വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് മുന്നോട്ട് തന്നെ കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. പിന്നെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഭയങ്കര ഇൻവോൾവ് ആണ്. ലൈക്ക് ഈവൻ ആഫ്റ്റർ ആണെങ്കിലും ബിഫോർ ആണെങ്കിലും. ഇപ്പോൾ പേഴ്സണലി എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ജോലിയുടെ സമയം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ പോകുന്നത്. ഷിഫ്റ്റ് കറക്റ്റ് സമയത്താണ് തീരുന്നത്. അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടായിരിക്കും ഞാൻ ജിമ്മിൽ പോകുന്നത്. ദ മോമെൻറ്റ് ഐ സ്റ്റെപ്പ് ഇൻ ആൻഡ് ഡു ദ റോൾസ്, ഡു ദ സ്പാറിങ്, ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഫീൽ. അത് ആ ഒരു ഇത് ഫുൾ അവിടെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സിനൊരു സുഖമുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് അനുഭവിച്ച് തന്നെ നമ്മൾ മനസ്സിലാക്കണം. എത്ര ടെൻഷനുള്ള ദിവസമാണെങ്കിലും അന്ന് സ്പാറിംഗ് ഡേ ആണെങ്കിലും നല്ലൊരു റിലീഫാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പല വേരിയേഷൻസ് കാണിച്ചിട്ടുണ്ട്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇതേ ബേസ് ചെയ്തായിരിക്കും ഞാൻ പ്രോപ്പർലി വീഡിയോസ് എൻ്റെ റോള് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോ ദാറ്റ് നിങ്ങൾക്ക് കാണുമ്പോഴും അത് എന്താ ഞാനിത് ചെയ്തിട്ട് കാര്യമുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റും. അതുപോലെ ഒരു സോർട്ട് ഓഫ് എങ്ങനെ ഇത് മാക്സിമം ബ്രേക്ക് ഡൗൺ ചെയ്ത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളത് അത് ചെയ്തു തരാവുന്നതാണ്. അപ്പം ഫസ്റ്റ് വീഡിയോ ഞാൻ ഇത്രേ പ്രതീക്ഷിച്ചുള്ളൂ. നിങ്ങൾക്ക് എന്താണ് ഈ മാർഷൽ ആർട്സ്, അതെനിക്ക് ഫിസിക്കലി വന്ന ചേഞ്ച്, മെൻ്റലി വന്ന ചേഞ്ച് കാണിക്കുക എന്നുള്ളത് മാത്രമാണ്. ബാക്കി റോൾസൊക്കെ അടുത്ത വീഡിയോയിൽ സബ്സിക്വൻ്റ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വേണേൽ എൻ്റെ ചിക്കൻ കറിയാണ് ഞാൻ ആയി വരുന്നേ ഉള്ളൂ, പാകത്തിനായി വരുന്നു. ആൻഡ് ചോറ്. അപ്പം ഫുഡ് അടിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങണം. ഓക്കെ.